വി.ഡി. സതീശൻ്റെ സർക്കാർ ഖജനാവിലെ പണം ചെലവഴിച്ചുള്ള PR വർക്ക് കാണണേ. മുഖ്യമന്ത്രിക്ക് PR വർക്ക് എന്നാണ് പൊതുവെ ആക്ഷേപം. എന്നാൽ ആർക്കാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് ഖജനാവിലെ പണം പൊടിച്ച് വലിയ PR ടീമിനെ വെച്ച് സ്വന്തം മൈലേജ് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കാട്ടിത്തരാം. ഇന്നിപ്പോൾ നിയമസഭാ സമ്മേളനം ചേർന്നു. സമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ അനുസ്മരണത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ഈ അനുസ്മരണ ചടങ്ങ് സഭാ TV-യിലാണ് പൊതുവെ ലൈവ് പോകാറുള്ളത്. സഭാ TV-യിലെ ലൈവിനൊപ്പം തന്നെ ചില മാധ്യമങ്ങളിലും അത് ലൈവ് കൊടുക്കാറുണ്ട്. ആ ലൈവ് സാധാരണഗതിയിൽ സഭയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നേതാക്കന്മാർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് പരിമിതിയുണ്ട്, ഉണ്ടല്ലോ അല്ലേ, സംശയമില്ലല്ലോ. എന്നാൽ സതീശൻ സംസാരിച്ച് കഴിഞ്ഞ ഉടനെ ആ പ്രസംഗം ഫേസ്ബുക്കിലുടനെ പ്രത്യക്ഷപ്പെടുകയാണ്. അതും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന വീഡിയോയിൽ നിന്ന് സതീശൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് സതീശൻ സ്വന്തം നിലയ്ക്ക് ഷൂട്ട് ചെയ്തതാണോ? അല്ലല്ലോ. സതീശൻ സംസാരിക്കുന്ന സമയത്ത് സെൽഫി ആയിട്ട് വീഡിയോ എടുക്കുന്ന വല്ലതും ഉണ്ടോ? പിന്നെ സഭയ്ക്കകത്ത് വീഡിയോ ഷൂട്ടിംഗ് അനുവദിക്കാറില്ല. അതുകൊണ്ട് സതീശൻ്റെ ഫ്രണ്ടിൽ നിന്നും ആരും ഷൂട്ട് ചെയ്തിട്ടില്ല. പക്ഷേ സതീശൻ സംസാരിച്ച് കഴിഞ്ഞ ഉടനെ അത് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടും. PR വർക്കാണെന്ന് പറഞ്ഞു കളയരുത് കേട്ടോ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സതീശൻ്റെ ഫേസ്ബുക്കിലുള്ള ഒരു പ്രത്യേകതരം മാജിക്കും ഒരു ദിവ്യശക്തി എന്ന് വേണമെങ്കിൽ പറയാം. സതീശൻ എന്ത് ചെയ്താലും തനിയെ അത് കട്ടായി പേജിലോട്ട് അങ്ങ് അപ്ലോഡാകും. അങ്ങനെ നമ്മളങ്ങ് വിചാരിക്കണം. ഇതേ കാര്യം നിങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേജൂടെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നോക്കിയേ, 2 ദിവസം മുന്നേ ഉമാ തോമസിനെ സന്ദർശിച്ചപ്പോഴുള്ള വീഡിയോ ആണ് ആ പേജിലുള്ളത്. അതിനുശേഷം ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. സതീശൻ്റെ പേജിൽ ദൈനംദിനം രാവിലെയും വൈകുന്നേരം എല്ലാം മരുന്ന് മുടങ്ങാതെ കഴിക്കണമെന്ന് പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ വരുന്നുണ്ട്. എന്നാലും മിന്നൽ വേഗത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ആ പ്രസംഗം മാധ്യമങ്ങളിലൂടെ വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. സ്വന്തം നിലയ്ക്ക് ആ പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ സതീശന് PR ടീമില്ലാതെ വെരിഫൈഡ് പേജാണ്, മറ്റാരോ കൈകാര്യം ചെയ്യുന്നുണ്ട്. കാര്യം സഭയിലിരുന്നിട്ട് സതീശൻ അത് ചെയ്യുന്ന ദൃശ്യമൊന്നും കാണാനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പേരാണ് PR ടീം എന്ന് പറയുന്നത്. പ്രതിപക്ഷ നേതാവാണ്, മാസാമാസം ലക്ഷക്കണക്കിന് രൂപ ഒരു കാര്യമില്ലാതെ നികുതി പണം പൊടിച്ച് അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളെയും നമ്മുടെ ഗവർണർ എന്താണോ ചെയ്യുന്നത് അതുപോലത്തെ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. അദ്ദേഹം തന്നെ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് എല്ലാ കാര്യവും അപ് ടു ഡേറ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന നിലയ്ക്ക് 1 മിനിറ്റ് പോലും വൈകാതെ ഈ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരാണ് യഥാർത്ഥ PR വർക്ക് ഈ നാട്ടിൽ ചെയ്യുന്നത്? ഒരു വാല്യൂ ഇല്ലാത്ത പ്രതിപക്ഷ നേതാവിന് ഈ PR. മുഖ്യമന്ത്രി എന്തെങ്കിലും ചെയ്താൽ അത് PR എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന വ്യക്തി ആരാണ്? അക്കാര്യത്തിൽ പണമിറക്കി ആൾക്കാരെ ഇതിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഈ ഒരു ദൃശ്യം കണ്ടിട്ട് കൃത്യമായി ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇതിങ്ങനെ കാണിച്ചു തരാൻ കാരണം ഈ PR വർക്ക് എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകത്തില്ല. അതായത് സ്വന്തം നിലയ്ക്ക് താൻ ഒരു സംഭവമാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇല്ലാത്തതൊക്കെ കാണിച്ച് ഉണ്ട് എന്ന് തോന്നിപ്പിക്കണം. താൻ ഒരു സംഭവമാണെന്ന് ഇത് കാണുന്നവർക്ക് തോന്നണം. അല്ലെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. എന്നിരുന്നാലും ആൾക്കാരെ എങ്ങനെയെങ്കിലുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള അപ് ടു ഡേറ്റ് എന്ന് പറഞ്ഞാൽ അത് നല്ല പോലെ ചുള ഇറക്കിയാൽ മാത്രമേ കൃത്യസമയത്ത് നടക്കാറുള്ളൂ. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ച് വലിയ PR ടീം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുന്നേ അത് എയറിൽ വന്നേനെ. അപ്പോൾ ആർക്കാണ് PR ടീം ഉള്ളതെന്ന് ഈ ഒരൊറ്റ ദൃശ്യം വെച്ചിട്ട് നിങ്ങൾ സ്വയം വിലയിരുത്തൂ. എങ്ങനെയാണ് സതീശന് വേണ്ടി ലക്ഷങ്ങൾ പൊടിച്ചുള്ള PR വർക്ക് നടക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ദൃശ്യം.